ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതുമയാർന്ന അവതരണ മികവ് കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രശസ്തനായ സംവിധായകനാണ് ഡാനി ബോyle. ഡാനി ബോയിലയുടെ ഏറ്റവും പുതിയ ചിത്രം 28 years later, 28 weeks later, 28 days later എന്ന ഈ രണ്ട് സിനിമകളുടെ അതേ ഫ്രാഞ്ചൈസിയിൽ മൂന്നാമതായി വന്ന സിനിമയാണ് 28 years later. പക്ഷേ ഇതിന് മുമ്പിറങ്ങിയ രണ്ട് സിനിമകളുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പുള്ള സിനിമകൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് സാരം. ഈ പടത്തിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു ന്യൂ ഏജ് ഹൊറർ ഫിലിം ഷേനറിലാണ് ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഡാനി ബോയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലംഡോഗ് മില്ലിയണയർ, ട്രെയിൻ സ്പോട്ടിംഗ്, 127 hours ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരുപാട് ആരാധകര് ഡാനി ബോയിലിന് ഉണ്ടാക്കിയ സിനിമകളാണ് ഇതൊക്കെ. പടത്തിന്റെ കഥയിലേക്ക് വരുമ്പം 2002 ഒരു വലിയ റേജ് വൈറസ് ഒരു നാടിനെ മൊത്തത്തിൽ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ റേജ് വൈറസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വീട്ടിൽ നിന്ന് ജിമ്മി എന്ന പയ്യൻ ഈ റേജ് വൈറസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വൈറസ് ആരെ ഇൻഫെക്റ്റ് ചെയ്യുന്നോ ആ നിമിഷം തന്നെ ആ ആള് പെട്ടെന്ന് തന്നെ വല്ലാണ്ട് വയലന്റായി ആക്രമിച്ച് കൊല്ലുന്ന ഒരു രീതിയാണ് ഇതിന്റെ ഒരു ഈ സോംബി വൈറസ് ഒക്കെ പോലെ. പക്ഷെ സോംബി വൈറസിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത്, സോംബി വൈറസ് എന്ന് പറയുമ്പം ഈ വൈറസ് ബാധിച്ചവരെ ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല. പക്ഷെ ഈ വൈറസ് ബാധിച്ചവരെ നമുക്ക് കൊല്ലാൻ സാധിക്കും. അങ്ങനത്തെ ഇതൊരു നാച്ചുറൽ രീതിയിൽ ശരിക്കും സംഭവിക്കുന്ന പോലെ നമുക്ക് ഫീല് തരുന്ന രീതിയിലുള്ള ഒരു കഥാ പശ്ചാത്തലമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ 2002 ഈ വൈറസ് പുറപ്പെട്ട് അങ്ങനെ ഒരു വീട്ടിൽ നിന്നും ഒരു പയ്യൻ, ജിമ്മി എന്നൊരു പയ്യൻ, ഇത് ബാധിച്ചവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ ഇറങ്ങി ഓടി ആ പ്രദേശത്ത് അടുത്തുള്ള ഒരു പള്ളിയിൽ ചെന്ന് കയറുകയാണ്. അങ്ങനെ ആ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജിമ്മി എന്ന പയ്യന്റെ പിതാവാണ്. അവിടുത്തെ പള്ളിയിലച്ഛൻ തന്നെയാണ്. ആ അച്ഛൻ ഈ പയ്യനൊരു കുരിശുമാല കൊടുത്തിട്ട് പറയും, ഇത് അന്ത്യകാലത്തിന്റെ തുടക്കമാണ്, നിനക്കിത് ഉപകാരപ്പെടും, നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് ഈ കുരിശുമാല കൊടുത്ത് ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ്. അവിടെ കൊണ്ട് ആ ഭാഗം തീർന്ന് പിന്നെ 28 years later എന്ന് കാണിക്കുവാണ് സിനിമയുടെ ടൈറ്റിൽ. പിന്നീട് നടക്കുന്നത് 2031 2031 അതേ പ്രദേശം തന്നെ. അപ്പൊ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ചെറിയൊരു ഐലൻഡാണ്. ഈ ഐലൻഡിൽ തന്നെ ഒരു വലിയ കോട്ടമതിലുണ്ട്. ഈ കോട്ടമതിലിന്റെ അകത്ത് വലിയൊരു നദിയാണ്. അവിടെ എപ്പോഴും വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു നദി പുറകെ കടന്ന് അക്കരെ വരുമ്പോൾ ഒരു വലിയ കാടാണ്. 2031 ഈ റേജ് വൈറസിൽ നിന്നും അത്യാവശ്യം രക്ഷപ്പെട്ട് ആ നാട്ടിലുള്ളവർ താമസിക്കുകയാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ഭീതിയുണ്ട്, ഇത് ഏത് നിമിഷവും പൊട്ടി പുറപ്പെടാം എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഈ വലിയ കോട്ടൽ മതിൽ കിടന്ന് നദിയും കിടന്ന് അക്കരെയുള്ള ആ കൊടും കാട്ടിൽ വൈറസ് ബാധിച്ച ഒരുപാട് ആൾക്കാർ അധിവസിക്കുന്നുണ്ട്. അവരെ ആൽഫ എന്നൊരു സമൂഹമായിട്ടാണ് സിനിമയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും ഈ വൈറസ് ആ നാട്ടിൽ പൊട്ടി പുറപ്പെടും എന്നുള്ളത് ഈ നാട്ടുകാർക്കൊരു തീർച്ചയുള്ളത് കൊണ്ട് ആ നാട്ടിൽ പ്രായപൂർത്തിയായി തുടങ്ങുന്ന എല്ലാ കുട്ടികളും ഹണ്ടിങ് ഉറപ്പായിട്ടും പരിശീലിക്കണം എന്നുള്ളൊരു നിയമം അവിടെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആ നാട്ടിലെ ജാമി എന്നുള്ള ഒരു മനുഷ്യനും അയാളുടെ മകൻ സ്പൈക്ക്, അയാളുടെ ഭാര്യ ഇസ എന്നീ 3 കഥാപാത്രങ്ങൾ അവരുടെ ഫാമിലിയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. 2031 ഈ ജാമിയുടെ ഭാര്യയ്ക്ക് വയ്യാതായി കിടക്കുവാണ്. അവർക്കെന്തോ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രോഗം പിടിപെട്ട് അതിൽ നിന്നും മോചിതയാവാണ്ട് അവർ പീഡിപ്പിക്കപ്പെട്ട് കട്ടിലയിൽ നിന്ന് എണീക്കാണ്ട് കിടക്കുന്ന ഒരാളായിട്ടാണ് ഈ ജാമിയുടെ ഭാര്യ ഇസ എന്ന കഥാപാത്രം. ജാമി അയാളുടെ മകനെയും കൊണ്ട് സ്പൈക്കിനെയും കൊണ്ട് ഹണ്ടിങ്ങിന് പോവാണ്. അങ്ങനെ ഈ വലിയ കോട്ടമതിലിന്റെ അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് സ്പൈക്ക് ഇതിന് യോജിച്ച ആളാണെന്ന് കാണിക്കുന്ന അവിടെയുള്ള സെക്യൂരിറ്റികൾ ഈ കോട്ടമതിൽ ഇവർക്ക് തുറന്നു കൊടുത്ത ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ വേലിയേറ്റ സമയത്ത് ഇവർ ഈ നദി കിടന്ന ആ കാട്ടിലേക്ക് പോവാണ്. ഇതെല്ലാം സിനിമ തുടങ്ങിയ ഒരു അരമണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആ കാട്ടിനുള്ളിൽ പ്രവേശിച്ച് ഇവര് ഈ റേജ് വൈറസ് ബാധിച്ച ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരുമായിട്ട് ഏറ്റുമുട്ടി ഫൈറ്റ് ചെയ്ത്, അതായത് ഈ അമ്പ് ചെയ്ത് വിടുന്ന പോലത്തെ സെറ്റപ്പിലാണ് ഇവരെ കൊല്ലുന്നത്. അങ്ങനെ ഇവൻ സ്പൈക്ക് പുതിയ തരത്തിലുള്ള ഹണ്ടിങ് പരിശീലനങ്ങൾ അവന്റെ അച്ഛൻ ജാമിയുടെ കൂടെ അഭ്യസിക്കുന്നതാണ് സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് പടം പോകുന്നത്. വളരെ മികച്ച രീതിയിൽ
ഡാനി ബോyle അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഹൊറർ എലമെന്റ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മ്യൂസിക്കും സിനിമാറ്റോഗ്രഫിയൊക്കെ നമുക്ക് ആ ഒരു ഹൊറർ ഫീല് തരുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു ന്യൂ ഏജ് ഹൊറർ രീതിയിലാണ് പടം കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവരുടെ കയ്യിലെ ആയുധം തീരാൻ നേരത്ത് ഈ ആൽഫയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ സമയത്ത് വേലിയേറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേലിയേറ്റം വരുന്നതിന് മുമ്പ് ഇവർക്ക് ഈ നദി കിടന്ന് അക്കരെ കിടന്നാൽ മാത്രമേ അവർക്ക് ഈ ആൽഫയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. കാരണം അതിശക്തനായിട്ടൊരു ആൽഫയാണ് അവർ ആക്രമിക്കാൻ വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും, ഈ അച്ഛനും മോനും ജാമിയും സ്പൈക്കും, വളരെ സാഹസികമായിട്ട് ഓടി വേലിയേറ്റത്തിന് മുമ്പ് തന്നെ പാലം കടന്ന് അക്കരെ കടന്ന് ഇവർ രക്ഷപ്പെടുകയാണ്. അപ്പോൾ സിനിമ ഏകദേശം പകുതിയായി. അങ്ങനെ ഇവർ അക്കരെ കടന്ന് പിന്നീടുള്ള സെക്കൻഡ് ഹാഫിൽ എന്ന് പറയുമ്പോൾ സ്പൈക്കിന് ഈ ഹണ്ടിങ്, ആ കാട്ടിനുള്ളിൽ പോയി ഈ ആൽഫകളുമായിട്ട് ഏറ്റുമുട്ടുന്ന ഈ ഹണ്ടിങ്ങിനിടയിൽ ഒരുപാട് രഹസ്യങ്ങൾ അവനവൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുകയാണ്. ഒന്ന്, ആ കാട്ടിൻ്റെ അകത്ത് ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ആ കാട്ടിനുള്ളിൽ വർഷങ്ങളായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഈ ആൽഫകളുമായി നേരിടാനുള്ള ശക്തിയും കാര്യങ്ങളും എല്ലാം അയാൾ അഭ്യസിച്ച് ആ നാട്ടിൽ തന്നെ, ആ കാട്ടിൽ തന്നെ അയാളുടേതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കി അവിടെ താമസിക്കുകയാണ്. ഈ 28 വർഷത്തിൻ്റെ ഇടയിൽ ഈ വൈറസ് വന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. മാത്രമല്ല, നമ്മൾ ഈ കോവിഡ് വൈറസ് പറയുന്ന പോലെ തന്നെ ഇതിനും ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഈ ഡോക്ടർ ആ കാട്ടിൽ തന്നെ നിന്ന് ഈ ആൽഫ സമൂഹത്തെയും എല്ലാം പഠിക്കാനായിട്ടും എല്ലാമാണ് ഇയാൾ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നത്. അങ്ങനെ അവിടെ അദ്ദേഹം അത്രയും വർഷങ്ങൾ താമസിച്ചതുകൊണ്ട് ആ ഒരു ആൽഫ എന്നൊരു സമൂഹത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അവരിൽ നിന്ന് എങ്ങനെ ചെറുത്ത് നിൽക്കാമെന്നുള്ളത് മനസ്സിലാക്കുകയും അത് മാത്രമല്ല അവിടെ അയാൾ ഒരു പുതിയ കൾച്ചർ ഓഫ് ലൈഫ് തുടങ്ങുകയും ചെയ്യുകയാണ്. ഈ യാത്രയിൽ, ഈ ഹണ്ടിങ്ങിൻ്റെ ആ യാത്രയിൽ സ്പൈക്ക് ആ കാട്ടിൽ വെച്ചൊരു വലിയ ഫയർ കണ്ടിരുന്നു, ഒരു വലിയ തീകോളം. അതിന് അവൻ്റെ അച്ഛൻ ജാമി കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. പിന്നീട് സെക്കൻഡ് ഹാഫ് ഇവർ ഈ ഹണ്ടിങ്ങിൽ നിന്നും വന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരാൻ നേരത്ത് സാം എന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനോടാണ് ഈ സ്പൈക്ക് എന്താണ് ഈ ഫയർ വർക്ക് വരാനുള്ള കാരണം എന്ന് ചോദിക്കുന്നത്. അദ്ദേഹം ഇവനോട് പറയുവാണ് ഈ ഡോക്ടറെ കുറിച്ചും ഡോക്ടറുടെ രീതികളെ കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഈ ജാമിക്ക് അയാളുടെ ഭാര്യ ഇസയോട് വലിയ താല്പര്യം ഇല്ല എന്നും അയാൾക്ക് വേറൊരു ബന്ധമുണ്ടെന്നും മകനായ സ്പൈക്ക് മനസ്സിലാകുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് അവൻ്റെ അമ്മേനെ ഈ അച്ഛൻ ചികിത്സിക്കാത്തതെന്നും ഈ രോഗത്തിൽ നിന്നും മുക്തി നേടാൻ കൂടുതൽ ആവേശം കാണിക്കാത്തതെന്നുമെല്ലാം സ്പൈക്കിന് ഇതിനോടകം മനസ്സിലാക്കുന്നു. അപ്പോൾ സാം എന്ന ആ ക്യാരക്ടർ ഈ ഡോക്ടറിനെ കുറിച്ച് ഇവൻ്റെ അടുക്കൽ വിശദീകരിക്കുമ്പോൾ സ്പൈക്ക് മനസ്സിലാക്കുവാണ് ഒരുപക്ഷെ ഡോക്ടർക്ക് ഈ ഇസാനെ, അതായത് അവൻ്റെ അമ്മേനെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. കാരണം ഈ റേജ് വൈറസിൻ്റെ പൊട്ടിപ്പുറപ്പെടലിന് ശേഷമാണ് അവൻ്റെ അമ്മ ഈ അവസ്ഥയിലായത്. അതായത് ആ വൈറസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ടാണ് അവൻ്റെ അമ്മ ഈ ഒരു അവസ്ഥയിലായി എന്ന് അവൻ മനസ്സിലാക്കുകയും ആ ഡോക്ടറിന് അവളെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ സ്പൈക്ക് ആരും അറിയാതെ, അവൻ്റെ അച്ഛൻ ആ നാട്ടിലുള്ളവരും ഒന്നും അറിയാണ്ട് വളരെ രഹസ്യമായിട്ട് അവൻ്റെ അമ്മേനെയും കൂട്ടി ആ സെക്യൂരിറ്റിമാരുടെ എല്ലാം ശ്രദ്ധ മാറ്റിവിട്ട് ആ നദി കടന്ന് ആ കാട്ടിലേക്ക് പോകുന്നതാണ് സെക്കൻഡ് ഹാഫ്. വളരെ മികച്ചു നിൽക്കുന്നൊരു സെക്കൻഡ് ഹാഫ് തന്നെയാണ് സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് രസകരമായിട്ടുള്ള സീനുകൾ, പ്രത്യേകിച്ച് അവരാ കാട്ടിൽ ചെന്ന് ആ ഡോക്ടറെ കാണുന്ന രംഗമൊക്കെ ഉണ്ട്. ഈ ഡോക്ടറുടെ ഒരു രീതി എന്നാന്ന് വെച്ചാൽ ആ കാട്ടിൽ വന്ന് മരിച്ചു വീഴുന്നവർ ഓരോരുത്തരും, അത് ആൽഫകളാണേലും സാധാരണ മനുഷ്യരാണെങ്കിലും അവർ മരിച്ചു വീഴാൻ നേരത്ത് അവരുടെ ബോഡി ഒരു പ്രത്യേക രീതിയിൽ ശവസംസ്കാരം ചെയ്യും. അതിനാണ് ആ ശവസംസ്കാരം നടക്കുമ്പോഴാണ് ആ വലിയ തീഗോളം ഉണ്ടാകുന്നത്. അതിനുശേഷം അവരുടെ ശരീരത്തിൽ നിന്നും അവരുടെ സ്കള്ള് എടുത്ത് അതിനെ വളരെ ശുദ്ധീകരിച്ച് വൃത്തിയാക്കി ഇങ്ങനെ സൂക്ഷിക്കുന്ന ഒരു രീതി, ഒരു കൾച്ചർ അയാൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സീന് ഈ ഒരുപാട് പേരും മരിച്ചു ഈ 28 വർഷങ്ങളുടെ ഇടയിൽ. ഈ 28 വർഷത്തിൻ്റെ ഇടയിൽ ഓരോ ശവങ്ങളും കിട്ടാൻ നേരത്ത് ആ ഓരോ ശവത്തിൻ്റെ സ്കള്ളെടുത്ത് ഇവർ സൂക്ഷിച്ച് ഒരു വലിയ സ്തൂപം പോലെ ആക്കിയിരിക്കുകയാണ്. അത് സിനിമയിൽ ആ ഒരു സീൻ കൈകാര്യം ചെയ്തിരിക്കുന്ന, ആ സീൻ കാണിക്കുന്നത് വളരെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കൾച്ചറാണ് അതിൻ്റെ അകത്ത് പറയുന്നതെങ്കിൽ പോലും സിനിമയുടെ ആദ്യം മുതലുള്ള കഥാരീതികൾ കൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, സിനിമയിലേക്ക് നമ്മൾക്ക് പ്രേക്ഷകന് കൂടുതൽ അടുക്കാനും സാധിക്കുന്നുണ്ട്.
അങ്ങനെ ആ ഡോക്ടറെ കാണാൻ നേരത്ത് ഡോക്ടർ പറയുകയാണ്, നീ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ ഒരിക്കലും ഭേദമാകാൻ പറ്റാത്ത ക്യാൻസർ പിടിപെട്ടേക്കുവാണെന്ന് പറയുകയാണ്. അമ്മേനെ മരിക്കാൻ അനുവദിക്കുന്നതാണ് നല്ലതെന്ന് സ്പൈക്കിനോട് പറയുകയാണ്. വെറുതെ അവർക്ക് വേദന സഹിച്ച് ഇനിയും ജീവിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ വേദനിപ്പിക്കാതെ അവരെ മരണത്തിലേക്ക് കിടത്തി വിടുകയാണ് ഈ ഡോക്ടർ. അതിനുശേഷം അവരെയും ഇതുപോലെ സംസ്കരിക്കുന്നു. വലിയൊരു തീകോളം ഉണ്ടാകുന്നു. അതിനുശേഷം ആ അമ്മയുടെയും ഇസയുടെയും തലയോട്ടി എടുത്ത് കൊണ്ടുവന്ന് ഈ മകന് കൊടുക്കുകയാണ്. അവൻ ഒരുപാട് സങ്കടം വരുന്നുണ്ടെങ്കിൽ പോലും ആ വസ്തുത, ആ ഒരു നിമിഷം അത് അനിവാര്യമാണെന്ന് അവൻ മനസ്സിലാക്കുകയും അവൻ്റെ അമ്മയുടെ തലയോട്ടി ആ വലിയ സ്കള്ളുകളുടെ ഏറ്റവും മേലെ, അപ്പോൾ ഈ സ്കള്ളുകൾ ഇങ്ങനെ കൂട്ടി വയ്ക്കുന്ന ഒരു പിരമിഡ് ആകൃതിയിലാണ്. ആ പിരമിഡിൻ്റെ ഏറ്റവും മുകളിൽ, ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഏറ്റവും മുകളിൽ അവൻ്റെ അമ്മയുടെ സ്കള്ള് കൊണ്ട് സ്ഥാപിക്കുകയാണ്. അതൊക്കെ വളരെ ഇമോഷണലാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സീനൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല സിനിമയിൽ നല്ല ഫീല് തരുന്ന സീനുകളാണത്. അപ്പം ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു രംഗമുണ്ട് ഈ സിനിമയിൽ. ഈ അമ്മയും മകനും കൂടി ആ കാട്ടിൽ ചെല്ലാൻ നേരത്ത് മകൻ അപ്പോഴത്തേക്കും അമ്മയും കൊണ്ട് പോകുന്ന ആ സമയത്തേക്കും ഏകദേശം നല്ല രീതിയിൽ ഹണ്ട് ചെയ്യുന്ന ഒരു പ്രാഗൽഭ്യനായിട്ടുള്ള ഒരു ഹണ്ടർ ആവുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ ചെല്ലാൻ നേരത്ത് പെട്ടെന്നൊരു വൈറസ് ബാധിച്ച ഒരു സ്ത്രീ നിലവിളിക്കുന്ന കാണുന്നുണ്ട്. പെട്ടെന്ന് ആ സ്ത്രീയെ കൊല്ലാൻ തുടങ്ങാൻ നേരത്ത് ഇവൻ്റെ അമ്മ അവരെ കൊല്ലരുതെന്ന് പറയും. കാരണം ആ സ്ത്രീ ഗർഭിണിയാണ്. അവരവരുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ തുടങ്ങുന്ന നിമിഷമാണ് ഇവർ കാണുന്നത്. അങ്ങനെ ആ അമ്മ രോഗിയായ ഇസ ആ വൈറസ് ബാധിച്ച ആ സ്ത്രീനെ പ്രസവിപ്പിക്കാൻ സഹായിക്കുകയും ആ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്യുന്ന ഒരു രംഗം ഈ സിനിമയ്ക്കകത്തുണ്ട്. വെൽ മെയ്ഡ് സീൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്രില്യൻസ് കിടക്കുന്ന ആ സീനിലാണ്. പ്രത്യേകിച്ച് ഡാനി ബോയിലിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലുണ്ട്. ഈ ലൈവ് ആക്ഷൻസ് പുള്ളിക്ക് കൈകാര്യം ചെയ്യാൻ ഭയങ്കര കഴിവാണ്. പ്രത്യേകിച്ച് 127 അവേഴ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കറിയാം. കാരണം ഒരു കല്ലിടുക്കിൽപ്പെട്ട് കാല് ഇടുക്കിപ്പെട്ട ഒരു അഡ്വഞ്ചറുടെ കഥ ആണ് 1.5 മണിക്കൂർ കൊണ്ട് ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പടം. അതുപോലത്തെ ഒരു മികച്ച് നിൽക്കുന്നൊരു സീനായിരുന്നു ആ ലേഡി, ആ വൈറസ് ബാധിച്ച ആ സ്ത്രീ പ്രസവിക്കുന്ന ആ രംഗം. വളരെ മാനുഷികമായിട്ടുള്ള ഒരു സീനായിരുന്നു. എനിക്ക് ശരിക്കും സിനിമ കാണുന്നവർക്ക് വളരെ കണ്ണിക്കൂടി ഈറനണിയിക്കുന്ന ഒരു സീനായിരുന്നു അത്. അങ്ങനെ ആ കുഞ്ഞിനെ വൈറസ് ബാധിച്ചിട്ടില്ല, ആ സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ സ്ത്രീനെ കൊല്ലുവാണ്. പക്ഷെ ആ കുഞ്ഞിനെ കൊല്ലുന്നില്ല. ആ കുഞ്ഞിനെ അവൻ്റെ മകനായ സ്പൈക്കിനോട് പറയുന്നത്, നീ ഈ കുഞ്ഞിനെ കൊല്ലരുത്, ഈ കുഞ്ഞിന് ഒരു പ്രശ്നവുമില്ല, നീ ഇവനെ കൊല്ലരുതെന്ന് പറയുകയാണ്. അതിനുശേഷം ക്ലൈമാക്സിൽ ഇവൻ ആ നാട്ടിൽ നിന്നും തിരിച്ചു പോകുന്നില്ല. പക്ഷേ അവൻ ആ കുഞ്ഞിനെ ആ ഐലൻഡിൽ ആ സെക്യൂരിറ്റികൾ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ്. അവൻ്റെ ഫാമിലിയിലേക്ക് ആ കുഞ്ഞിനെ കൊടുക്കുകയാണ്. അതിൻ്റെ അകത്തൊരു കത്തും വെച്ചിട്ടുണ്ട്, ഈ കുഞ്ഞിനെ ഒരിക്കലും വൈറസ് ബാധിച്ചിട്ടില്ല, ഈ കുഞ്ഞിനെ സംരക്ഷിക്കണം, ഈ കുഞ്ഞിന് ഇസ എന്ന പേരിടണം, അവൻ്റെ അമ്മയുടെ തന്നെ പേരിടണമെന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അവൻ ആ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി അവൻ അവിടെ തന്നെ പുതിയൊരു ലൈഫ് സ്റ്റൈൽ തുടങ്ങുകയാണ്. അവസാനം സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പം ഒരു കൂട്ടം വൈറസ് ബാധിച്ച കുറേ ആൾക്കാർ വന്ന് ഇവനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കുറേയൊക്കെ അവരിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അവസാനം അവൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഇവനെ രക്ഷപ്പെടുത്തുകയാണ്. ജിമ്മി എന്ന പേര് പറഞ്ഞ ഒരാളും കൂട്ടരുമാണ് ഇവനെ രക്ഷപ്പെടുത്തുന്നത്. അപ്പം ജിമ്മി സംസാരിക്കുമ്പോൾ വളരെ വ്യത്യസ്ത ആകൃതിയിലുള്ള ഒരു കുരിശുമാല അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്പൈക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ആ സീനിൽ നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ പയ്യൻ, 2002 കാണിച്ച ജിമ്മി എന്ന പയ്യൻ, ആ ഫാദർ കുരിശുമാല കൊടുത്ത ആ പയ്യൻ തൻ്റെ വിശ്വാസങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റം വന്നോ എന്തോ സംഭവിച്ച് ആ പുതിയ 2031 അഡൾട്ടായിട്ടുള്ള ഒരു ജിമ്മിയായി കാണിക്കുകയാണ് സിനിമയുടെ ക്ലൈമാക്സ്. അവിടെ കൊണ്ട് സിനിമ തീരുവാണ്. ഈ ജിമ്മിയും സ്പൈക്കുമായിട്ടുള്ള കഥയാണ് ഇനി അടുത്ത പാർട്ടിൽ വരുന്നത്. ഈ സിനിമയുടെ DOP ചെയ്തിരിക്കുന്നത് അന്തോണി ഡോട്ട്മാൻഡിലാണ്. ഈ സിനിമ മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത് iPhone 15 Pro Maxലാണ്. ഇത് അതിശയിച്ചു പോകും. ഈ സിനിമ iPhone 15 Pro Maxൽ ഇത്രയും ഗംഭീരമായിട്ടൊരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത്
അതിഭയങ്കരമായിട്ടുള്ളൊരു എഫേർട്ട് അവർ എടുത്തിട്ടുണ്ട്. അതിന് ശരിക്കും കൈയടിക്കേണ്ട ഒരു കാര്യമാണ്. ജോൺ ഹാരിസിന്റെ ഈ എഡിറ്റിംഗ് മികച്ചു നിന്ന എഡിറ്റിംഗ് തന്നെയാണ്. അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു യങ് ഫാദേഴ്സ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഗ്രൂപ്പാണ്. അതിന്റെ ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഗംഭീരമായിരുന്നു. അങ്ങനെ ടെക്നിക്കൽ വശങ്ങളെല്ലാം സാധാരണ ഡാനി ബോയ്ലി പടങ്ങളിൽ കാണുന്ന പോലെ തന്നെ മികച്ചു നിന്നവ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. പടം ഡാനി ബോയിലിന്റെ പ്രീവിയസ് സിനിമകൾ, ഇപ്പം സ്ലം ഡോഗ് മില്യണർ, 127 അവേഴ്സ്, ട്രെയിൻ സ്പോട്ടിംഗ് പോലുള്ള അങ്ങനത്തെ 3-4 സിനിമകളുടെ അത്രയും നമുക്കൊരു റിപ്പീറ്റ് വാല്യൂ ഇല്ല. പക്ഷെ ഒരു തവണ നമുക്ക് നല്ല ഫീലോട് കൂടി നമുക്ക് നല്ല എക്സൈറ്റ് ചെയ്ത് ത്രില്ല് അടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ഒരു തവണ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.